ആരെങ്കിലും പോത്തിനെ മറിഞ്ഞ് എരുമയെ വെട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വസ്തുത, എല്ലാ ഞായറാഴ്ചകളും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും കന്തമാനിലും ജാർഖണ്ഡിലും ഉത്തരാഞ്ചിലും ഒക്കെ നടക്കുന്നത് ഈ രാജ്യത്താണ്. ലോകത്തെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് ഓർത്തോണം. കേസ് അതിൻ്റെ വഴിക്ക് പോവും. ഭാരതീയ BNS ഉണ്ട്, ഭാരതീയ ന്യായ സംഹിത നിലനിൽക്കുന്ന നാട്ടിൽ കേസ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേസ് ആരെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോകും. കേസ് അതിൻ്റെ വഴിക്ക് പോകും. അതിൻ്റെ പേരിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് നടക്കത്തില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നവരെ തടഞ്ഞത് മതപരമായ വിവേചനമാണ്. ആർട്ടിക്കിൾ 16 ലംഘനമാണ്. വ്യക്തിപരമായി ഏത് ദൈവത്തെ ഞങ്ങൾ ആരെ ആരാധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഏത് വ്യക്തിക്കും അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് പ്രാക്ടീസ് ചെയ്യാൻ, അതിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 26 സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, പള്ളികൾ സ്ഥാപിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ട്. നമ്മൾ ഇവിടുത്തുകാരാണ്. നമ്മൾ ഓമലൂരുകാരും ചെന്നീർക്കരക്കാരും കോഴഞ്ചേരിക്കാരും മാരമൺകാരും വാഴമുട്ടക്കാരും മല്ലശ്ശേരിക്കാരുമാണ്. ഈ നാട് നമ്മുടേതാണ്, ഈ മണ്ണ് നമ്മുടേതാണ്. ഈ രാജ്യത്ത് ഇന്ന് നമ്മുടെ പള്ളികളെല്ലാം റെയ്ഡ് ചെയ്താൽ ഒരു കുറുപടി പോലും കിട്ടത്തില്ല. രാവിലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവിടെയുള്ള പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന നിരപരാധികളായ, നിഷ്കളങ്കരായ, സാധാരണക്കാരായ ഈ നാട്ടുകാരായ ആൾക്കാരെ അവരുടെ സ്വാതന്ത്ര്യമായ ആരാധനയും പ്രാർത്ഥനയും തടസ്സപ്പെടുത്തുന്ന വിഷയം അറിഞ്ഞത്. അത് വ്യക്തിപരമായി വേദനയുണ്ടാക്കി. ആ വിഷയത്തിൽ ഇടപെടാൻ അവസരമുണ്ടായി. നമ്മുടെ രാജ്യം നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. മതേതരം രാജ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഈ രാജ്യത്തിന് ഒരു മതമില്ല, ഈ രാഷ്ട്രത്തിന് ഒരു മതഗ്രന്ഥവുമില്ല. നമ്മുടെ രാജ്യത്ത് 99% ആളുകൾ ക്രൈസ്തവരായാലും നമ്മുടെ രാജ്യത്തിന് ക്രൈസ്തവ രാജ്യമാകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൽ 99% ആളുകൾ മുസ്ലിം ആയാലും നമ്മുടെ രാജ്യത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് 99% ആളുകളും ഹിന്ദുക്കളായാലും ഈ രാജ്യത്തിന് ഹിന്ദു രാജ്യമാകാൻ പറ്റില്ല. അതാണ് സെക്കുലർ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ നിർവചനം. ഏറ്റവും മനോഹരമായൊരു ഭരണഘടനയാണ് നമുക്ക് ഉള്ളത്. ആ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണ് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളും നമ്മുടെ രാജ്യം വ്യത്യസ്തമായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയതാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പാകിസ്ഥാനിൽ, ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, ചുറ്റുപാട് അഫ്ഗാനിസ്ഥാനിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഈ രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഈ ബഹുസ്വരമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ നഗ്നമായ എല്ലാ ആർട്ടിക്കിളും ഇന്ന് പകൽ ലംഘിച്ചു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 15 കൃത്യമായി പറയുന്നത് പൊതുസ്ഥലത്ത് മതപരമായ വിവേചനം പാടില്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്. എല്ലാവരും തുല്യരാണ്. മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ജാതിയുടെയോ ബർത്ത് പ്ലേസിൻ്റെ പേര് ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം ആരോടും കാണിക്കാൻ പാടില്ല. അതിൻ്റെ വിശദീകരണമാണ് ആർട്ടിക്കിൾ 16. പൊതുസ്ഥലങ്ങളിലും അവസരങ്ങളിലും മതപരമായ വിവേചനം പാടില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നവരെ തടഞ്ഞത് മതപരമായ വിവേചനമാണ്. ആർട്ടിക്കിൾ 16 ലംഘനമാണ്. ആർട്ടിക്കിൾ 19 സഞ്ചാര സ്വാതന്ത്ര്യമാണ്, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ എക്സ്പ്രഷൻ, നിങ്ങളുടെ വികാരങ്ങളെ, അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19. സമാധാനപരമായിട്ടാണ് നമ്മൾ സമ്മേളിക്കുന്നത്. ഈ രാജ്യത്ത് ഇന്ന് നമ്മുടെ പള്ളികളെല്ലാം റെയ്ഡ് ചെയ്താൽ ഒരു കുറുപടി പോലും കിട്ടത്തില്ല. അത്രയ്ക്ക് സമാധാനപരമായി കൂടുതലാണ്. മാരാമൺ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൂടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മാരാമൺ കടപ്പുറത്ത് ഒരു പോലീസുകാരനില്ല. പോലീസുകാർ നിയന്ത്രിക്കാത്തതാണ് മാരാമൺ കൺവെൻഷനും കുമ്മനാട് കൺവെൻഷനും ഒക്കെ. അപ്പോൾ ഒരു ജംഗ്ഷനിൽ 2 പേരെ നിയന്ത്രിക്കാൻ എത്ര പോലീസ് ഉണ്ടാകും നമുക്കറിയാം.
അത്രയ്ക്ക് സമാധാനപരമായി സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ 19 ഇന്ന് രാവിലെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടിയാണ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 21 എനിക്ക് എൻ്റെ മതം തിരഞ്ഞെടുക്കാൻ, എൻ്റെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ, ഏത് പാട്ട് കേൾക്കണം, ഏത് പുസ്തകം വായിക്കണം, എൻ്റെ വീട്ടിൽ ഏത് കറി പാചകം ചെയ്യണം, ഞാൻ ഏത് വസ്ത്രം ധരിക്കണം, ഏത് സിനിമ കാണണം, ഏത് കവിത കേൾക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ഞാൻ ഏത് ദൈവത്തെ ആരാധിക്കണം, ഏത് പൂജാവിഷയത്തെ ഞാൻ വന്ദിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. അത് തിരഞ്ഞെടുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ കൺസെൻറ്റ് വേണം, ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ അനുവാദം വേണമെന്ന് ഛത്തീസ്ഗഡിലും യു പിയിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനമാണ്. എക്സിക്യൂട്ടീവിന് ആർട്ടിക്കിൾ 21 ഇടപെടാൻ അനുവാദമില്ല. എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരം അനാവശ്യമായി ഇടപെടുന്നതാണ് ആർട്ടിക്കിൾ 21 നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീരുമാനിക്കും എൻ്റെ ദൈവം ആരാണെന്ന്, ആരെ ആരാധിക്കണം, ഏത് വിശ്വാസം തിരഞ്ഞെടുക്കണം, ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാവരും അങ്ങനെയാണ്. ഈ രാജ്യത്ത് എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യമുണ്ട്. വിവേകാനന്ദൻ്റെ ഒരു ശിഷ്യയുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മാർഗരറ്റ് എലിസബത്ത് നോബിൾ, നിവേദിത എന്നാ പേര്. അവർ അയർലൻഡിലെ പുരോഹിതൻ്റെ മകളാണ്. അയർലൻഡിലെ പുരോഹിതൻ്റെ മകളായ മാർഗരറ്റ് എലിസബത്ത് നോബിളിനെ നിവേദിത എന്ന് മതം മാറ്റി, ദീക്ഷ കൊടുത്ത് വിവേകാനന്ദൻ ഹിന്ദുമതത്തിലേക്ക് മതം മാറ്റി. സഭയ്ക്ക് പരാതിയൊന്നുമില്ല. ഇതാണ് ശരിയെന്ന് അയർലൻഡിലെ പുരോഹിതൻ്റെ മകൾക്ക് തോന്നിയാൽ അവർക്ക് മതം മാറാം. ഈ രാജ്യത്ത് അത് നടന്നിട്ടുണ്ട്. അംബേദ്കർ ലക്ഷക്കണക്കിന് ആൾക്കാരുമായി ബുദ്ധിസത്തിലേക്ക് പോയിട്ടുണ്ട്. അശോകൻ്റെ കാലത്ത് ബുദ്ധമത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ആളുകൾ ആർട്ടിക്കിൾ 21 വ്യക്തിപരമായി ഏത് ദൈവത്തെ ഞങ്ങൾ ആരെ ആരാധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് ആർട്ടിക്കിൾ 21 സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 25 26 മതസ്വാതന്ത്ര്യം. റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. ഏത് വ്യക്തിക്കും അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് പ്രാക്ടീസ് ചെയ്യാൻ. അതിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 26 സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, പള്ളികൾ സ്ഥാപിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ളത്, അത് പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം, അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. സുപ്രീം കോടതി വിധികളൊക്കെ ഉണ്ട് അന്തസ്സോടെ. മേനക ഗാന്ധി വേഴ്സസ് ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞ കോടതി വിധികൾ തന്നെയുണ്ട്. അന്തസ്സോടെ ജീവിക്കാൻ, അവനത് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അവർ ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആടെ ഔദാര്യമൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ നാടാണ്. ഈ നാട്ടിൽ റേഷൻ കാർഡുള്ള, വോട്ട് ചെയ്യുന്ന, നികുതി കൊടുക്കുന്ന, ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇവിടുത്തുകാരാണ്. നമ്മൾ ഓമലൂരുകാരും ചെന്നീർക്കരക്കാരും കോഴഞ്ചേരിക്കാരും മാരാമൺകാരും വാഴമുട്ടക്കാരും മല്ലശ്ശേരിക്കാരുമാണ്. ഈ നാട് നമ്മുടേതാണ്, ഈ മണ്ണ് നമ്മുടേതാണ്. ഇന്ത്യയിൽ കബറടക്കപ്പെട്ട അന്ത്യോക്യയിലെ ഏക പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ്റെ കബറടമുള്ള മണ്ണാണിത്. ഈ മണ്ണെന്ന് പറയുന്നത്, ഈ മണ്ണ് ആരുടെ മണ്ണാണ്? നിങ്ങൾ തേവർദുണ്ടി ടൈറ്റസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 72 പേര് ദണ്ഡിയാത്രയിൽ ഗാന്ധിയോടൊപ്പം പോയപ്പോൾ പോയ ഏക മലയാളിയും ക്രിസ്ത്യാനിയുമാണ് മാരാമുള്ള തേവർദുണ്ടിയിൽ ടൈറ്റസ്. അദ്ദേഹം താമസിക്കുന്ന മാരാമണ്ണാണ്. മനസ്സിലാക്കണം. ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ഈ രാജ്യത്തിലെ ക്രൈസ്തവരെന്ന് മനസ്സിലാക്കണം. ആ തേവർദുണ്ടിയിൽ ടൈറ്റസിനെ കാണാൻ വേണ്ടി മാരാമൺ ഗാന്ധി വന്നിട്ടുണ്ട്. മനസ്സിലായി. ഇത് ഏരിയ സഹതയുടെ മണ്ണാണ്, തേവർദുണ്ടി ടൈറ്റസിൻ്റെ മണ്ണാണ്, ഇത് പാലക്കുന്നിൽ ഏബ്രഹാം അൽപ്പാൻ്റെ മണ്ണാണ്. ഇത് നമ്മുടെ നാടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വന്ന സാധാരണക്കാർ, പാവപ്പെട്ടവർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ, അവരെയൊക്കെ തടയുക എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. കേസ് അതിന് വഴിക്ക് പോവും. സബ് ജുഡീസ് എന്നതിന് പറയും. സബ് ജുഡീസ് എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുമ്പിലും വിചാരണയിലും തീർപ്പ് കൽപ്പിക്കാത്തമായ വിഷയം പൊതു അഭിപ്രായം പറയാനും മീഡിയ ചർച്ച ചെയ്യാൻ അനുവാദമില്ല. കേസ് അതിൻ്റെ വഴിക്ക് പോവും. ഭാരതീയ BNS ഉണ്ട്, ഭാരതീയ ന്യായ സംഹിത നിലനിൽക്കുന്ന നാട്ടിൽ
കേസും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേസ് ആരെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോകും, കേസ് അതിൻ്റെ വഴിക്ക് പോകും. അതിൻ്റെ പേരിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ആ ഇഷ്യൂവിനെ പൊളിറ്റിക്കലായി, കമ്മ്യൂണലായി, പൊളിറ്റിക്കലായി വിഷയത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. ഇത് പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ പ്രാർത്ഥിക്കാനും അവരുടെ സങ്കടം പറയാനും കരയാനും ഒക്കെ വരുന്ന, ബൈബിൾ വായിക്കുന്ന, ബൈബിൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കൃത്യമായി മനസ്സിലാക്കണം. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ളവർക്ക് അവർക്കെതിരെ FIR ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും ഒഫൻസിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട്, അത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിയമം അവരെ ശിക്ഷിക്കും. അത് ആന്തരികമായി നടന്നൊരു സംഘർഷമാണ്. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ, ഇവിടെ താമസിക്കുന്നവരെന്ന നിലയിൽ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് രാവിലെ നടന്ന വിഷയം ഭരണഘടനാ വിരുദ്ധമാണ്. പോലീസ് അത് തക്ക സമയത്ത് ഇടപെടുകയും ആ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. അതുകൊണ്ട് ഇത് കേരളത്തിലുടനീളം പലയിടങ്ങളിൽ ഇതിൻ്റെ മറവിൽ അത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പോത്തിനെ മറിഞ്ഞ് എരുമയെ വെട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വസ്തുത, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. വിഷയമായി കേസിൽ സഭ ഒരു ഘട്ടത്തിലും ഇടപെടത്തില്ല. കേസ് നിയമത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതവരതിനെക്കുറിച്ച് കൃത്യമായി നീതിപൂർവമായ, സ്വതന്ത്രമായ, നിഷ്പക്ഷമായ അന്വേഷണം ആ വിഷയത്തിൽ മുന്നോട്ട് പോകും. അതിൻ്റെ പേരിൽ പാവപ്പെട്ടവരുടെ യാത്രയും അവരുടെ സഞ്ചാരവും അവരുടെ കൂട്ടായ്മയൊക്കെ തടയുക എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. അത് ഈ രാജ്യത്ത് ഉടനീളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും കന്തമാനിലും ജാർഖണ്ഡിലും ഉത്തരാഞ്ചിലുമൊക്കെ നടക്കുന്നത് ഈ രാജ്യത്താണ്. ലോകത്തെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് ഓർത്തോണം. ഉത്തര കൊറിയയാണ് 1ാം സ്ഥാനത്ത്. ഉത്തര കൊറിയ, ചൈന, എറിട്രിയ, സുഡാൻ, നൈജീരിയ. അതുകൊണ്ട് സഭയെ തകർക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സഭയെ പീഡിപ്പിച്ചത് റോമാണ്. ആ റോം ഇന്ന് ക്രൈസ്തവ സഭയുടെ സെൻറ്ററാണ്. സഭയെ പീഡിപ്പിച്ച റോം ഇന്ന് ക്രൈസ്തവ സഭയുടെ സെൻറ്ററാണ്. ഇന്ന് റോമ സാമ്രാജ്യമില്ല, കൈസർമാരില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേര് നമ്മുടെ മക്കൾക്കിടും, കൈസറിൻ്റെ പേര് ആർക്കിടുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നീറോയ്ക്കും ഹേരോദാവിനും ചെയ്യാൻ പറ്റാത്തത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവസഭ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക, വളരെ ജാഗ്രതയോട്. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാനും പ്രസംഗിക്കാനുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിഷമം രാവിലെ അറിഞ്ഞപ്പോൾ ഓടിയെത്താനും ഇടപെടാനും ഒക്കെ അവസരം ഉണ്ടായി. അതുകൊണ്ട് അറിഞ്ഞ ക്രിസ്തുവിനെ, അറിഞ്ഞ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ധൈര്യമായിട്ട് പോകുക. നിങ്ങളറിഞ്ഞ സത്യം, യേശു ക്രിസ്തുവുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം പിന്മാറുന്നെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവൻ്റെ പ്രസാദമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ, ബി കോൺഫിഡൻസ്, ബി കറേജ്, ധൈര്യത്തോടെ നിൽക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ, സഹായിക്കട്ടെ. അഭിവാദനങ്ങൾ.